ഇരുള് പലപ്പോഴും നാം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നാം അറിയാത്ത ജീവിതത്തിൽ ഇരുളും അന്ധതമസ്സും പ്രയാസങ്ങളും കഷ്ടങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലുള്ള ഗുപ്തനിധികളെയും നൽകിത്തരും. അതെ, ഇരുള് നാം ആഗ്രഹിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഇരുളുകൾ സംഭവിച്ചാൽ നാം അതിനെ അതിജീവിക്കുവാൻ എന്താണ് ചെയ്യേണ്ടുന്നത്? നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. 119 സങ്കീർത്തനം 105 അതെ, ദൈവത്തിൻ്റെ വചനം കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി വെളിവായി വരേണ്ടിയിരിക്കുന്നു. അതെ, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്ത് ഇരുളിൻ്റെ നിഴലിൽ നിന്ന് ദൈവം വലിയ പ്രകാശം കൊടുത്തു. നമ്മുടെയും ജീവിതത്തിൽ അതെ, ദൈവത്തിൻ്റെ വചനം അത് ഒരു വെളിച്ചമായി പരിണമിക്കുവാനിടയായി തീർന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. പ്രവചനവാക്യം അധികം സ്ഥിരമായി നിൽക്കുകയും നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. 2 പത്രോസ് 1:19 അതെ, ജീവിതത്തിൽ പ്രകാശം കരുതിക്കൊള്ളുക, ദൈവവചനം കരുതിക്കൊള്ളുക, ജീവിതത്തിൽ ദൈവിക ദർശനങ്ങളും മൂല്യങ്ങളും നിലനിർത്തുക. അത് നമ്മുടെ ജീവിതത്തിൽ ചൈതന്യവും അനുഗ്രഹവുമായി തീരും. അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. അവയാൽ നിങ്ങൾ ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുന്നു. 1 പത്രോസ് 1:4 അതെ, നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ ചില പ്രതിഫലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നാം കാണാത്തതും അറിയാത്തതുമായ ചില വഴികൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. അതിനെ തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ദൈവശക്തിയിൽ, വിശ്വാസത്തിൽ, കൃപയിൽ, ആത്മാവിൽ ധൈര്യം പൂണ്ട് ഇരുട്ടിലൊരു വലിയ നിക്ഷേപവും മറവിടങ്ങളിൽ പതിയിരിക്കുന്ന ഗുപ്തനിധികളും ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവാത്മാവിൽ ശക്തി പ്രാപിച്ച് ഓരോ ദിവസവും നമുക്ക് മുൻപോട്ട് പോകാം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായി നടക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.